NCC ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയെന്നതിന് SFI നേതാക്കൾക്കെതിരെ കേസ്. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മി അടക്കം 10 പേരെ പ്രതിയാക്കിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോൾ SFI നേതാക്കൾ ക്യാമ്പിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ, വിവരങ്ങൾ. ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിൽ പങ്കാളികളാകാൻ എന്ന രീതിയിലാണ് SFI നേതാക്കൾ ഇതിനകത്തേക്ക് ക്യാമ്പിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ വലിയ തോതിലുള്ള സംഘർഷങ്ങൾക്ക് അവർ കാരണക്കാരായി എന്നും വലിയ സംഘർഷം ഉണ്ടാക്കി എന്നതുമാണ് പോലീസ് കേസ് രജിസ്റ്റർ. മാത്രമല്ല, SFI വനിതാ നേതാവ് അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളോട് മോശം ഭാഷയിൽ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ആ പെൺകുട്ടികൾ തന്നെയാണ് ഈ പരാതി ഉയർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സംഘർഷ സ്ഥലത്ത് ഈ വനിതാ നേതാവ് ഉണ്ടായിരുന്നു. തുടർന്ന് പെൺകുട്ടികളും രക്ഷാകർത്താക്കളും അവരോട് പ്രതിഷേധിച്ചു. മോശം പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴും വനിതാ നേതാവ് അതിനെ ന്യായീകരിക്കുകയായിരുന്നു ചെയ്തത്. തന്റെ ഭാഗത്തു നിന്ന് അത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയും അത് തള്ളുകയും ചെയ്തുകൊണ്ടാണ് വനിതാ നേതാവ് മുന്നോട്ട് പോയത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. എന്നാൽ അവിടെ സംഘർഷം ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതുമായി ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് വിദ്യാർത്ഥികൾ പലരും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. തുടർന്ന് അവിടെ വിദ്യാർത്ഥികൾ ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കടന്നിരുന്നു. ആ പ്രതിഷേധ സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് കോളേജിന് പുറത്തു നിന്നുള്ള ആളുകൾ കൂടി അവിടേക്ക് എത്തിച്ചേർന്നത്. തുടർന്ന് രക്ഷിതാക്കളും ചേർന്ന് രക്ഷിതാക്കളെയും ഒപ്പം മറ്റുള്ള ആളുകളെയും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ സ്ഥലത്തെത്തിയെങ്കിലും ക്യാമ്പിലേക്ക് കയറ്റിവിട്ടുണ്ടായിരുന്നില്ല. ഇതോടുകൂടിയാണ് മണിക്കൂറുകൾ നീളുന്ന പ്രതിഷേധം ആ ഗേറ്റിന് മുന്നിൽ ഉണ്ടായത്. പിന്നീട് ഗേറ്റ് തള്ളി തുറന്നാണ് രക്ഷിതാക്കൾ അകത്തേക്ക് കയറിയത്. പെൺകുട്ടികൾ താമസിച്ചിരുന്ന കൊച്ചിൻ പബ്ലിക് സ്കൂളിലും സമാനമായ പ്രശ്നമുണ്ടായി. NCCയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരും സ്ഥലത്തുണ്ടായിരുന്നില്ലെന്നും ഫോൺ എടുക്കുന്നില്ല എന്നുമെല്ലാം രക്ഷിതാക്കൾ പരാതിപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെയാണ് അവിടെ ഉണ്ടാക്കിയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ SFI നേതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുന്നതും വനിതാ നേതാവിനെതിരെ ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്നതിൽ പരാതി ഉയരുകയും ചെയ്തിട്ടുള്ളത്. ശരി ജിജീഷ, NSS ക്യാമ്പിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിന് SFI നേതാക്കൾക്കെതിരെ കേസെടുത്തു. SFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മി അടക്കം 10 പേരെ പ്രതിയാക്കിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തിട്ടുള്ളത്. NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായപ്പോൾ SFI നേതാക്കൾ ക്യാമ്പിൽ അതിക്രമിച്ചു കയറുകയായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ.